ഹലോ എവരി വൺ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കണ്ണും മനസ്സും ഒരുപോലെ നിറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറിയും ചോറും പയറിൻ്റെ ഉപ്പേരിയൊക്കെ കാണുന്നത് നമ്മൾ ഈ DYFIൻ്റെ പ്രവർത്തകർ വന്നിട്ട്, ഇത് രാഷ്ട്രീയമല്ല കേട്ടോ ഞാൻ പറയുന്നത്, രാഷ്ട്രീയമല്ല, ഇത് മനുഷ്യൻ്റെ വിശപ്പിൻ്റെ ഒരു കാര്യമാണ്, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നമ്മളൊക്കെ പൊതിച്ചോറ് കൊടുക്കുന്നൊരു പരിപാടിയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു പൊതിച്ചോറിനെ കുറിച്ച് ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മളിവിടെ അടുത്ത വീട് എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു വീട് തന്നെ പറയണം. അതേപോലെയാണ് ഇതിപ്പോൾ ഞാൻ പാണ്ടിക്കാടാണ് താമസം, അവിടുത്തെ കഥയാണ് കേട്ടോ ഇപ്പോൾ പറയുന്നത്. അപ്പം എന്താണ് നിങ്ങൾ ഈ പൊതിച്ചോറിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ, ഞാൻ എൻ്റെ ഉമ്മാനെ കൊണ്ട്, അതായത് കെട്ടിയോൻ്റെ ഉമ്മാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ, അമ്മ വയ്യാത്ത ആളാണല്ലോ, അപ്പോൾ കിടക്കുമ്പോൾ ഒരു 2 വർഷം മുന്നേയൊക്കെ എപ്പോഴും ഹോസ്പിറ്റലായിരുന്നു. രാത്രി 2 മണിക്ക്, പകൽ 2 മണിക്ക്, ഏതൊരു സമയത്ത് അമ്മക്ക് എപ്പോഴാണ് അസുഖം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ വാരി വലിച്ച് കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു 2-3 വർഷം മുന്നേ. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് കിട്ടലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ സമയത്ത് ഞാനിപ്പോൾ അതാണ് ആലോചിക്കുന്നത്. അപ്പോൾ അത് തരുന്നൊരു സന്തോഷം എത്രയെന്ന് വെച്ചാൽ, കാരണം നമ്മൾ ചിലർ പൈസേൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കും, ചിലർ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടർമാരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ സമയത്ത് നമുക്ക് ഈ ഒരു ഉച്ചഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത്, അത് പാർട്ടി വൈസ് നോക്കണ്ട, പക്ഷേ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ഫുഡ് കിട്ടുന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ അവിടുന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ കുഞ്ഞിത്താത്ത കൊടുക്കുന്നത് ആണ് ഈ കണ്ടത്. അപ്പോൾ 3 പൊതിയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓനോനെ സ്കൂളിൽ ആക്കിയിട്ട്, സ്കൂളിലേക്ക് പോകാൻ ബസ്സായിട്ട് വിട്ടിട്ട് ഞാൻ കുഞ്ഞിത്താത്താക്കൊന്ന് ഹെൽപ്പാക്കാൻ പോയി കൊടുത്തതിനും. അപ്പോഴത്തേനും ചോറും ഉപ്പേരിയും കറിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ മീൻ നന്നാക്കി പൊരിക്കാനുള്ള പണി ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ ചെന്ന് 2-3 പാത്രമൊക്കെ കഴുകി കൊടുത്ത് പോന്നു ഞാൻ. അപ്പോൾ പിന്നെ ഇത് പൊതി കെട്ടുന്നത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇത് കിട്ടുന്ന ആളുകളുടെ ഒരു പ്രാർത്ഥന നമുക്ക് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സന്തോഷത്തിൽ കൊടുക്കുന്ന ഒരു ഫുഡാണ്. നമ്മളിനി അത് അങ്ങനെ പറഞ്ഞൊക്കെ കൊടുത്താൽ അങ്ങനെ കൊടുക്കണേലൊരു അർത്ഥമില്ലല്ലോ. അപ്പോൾ എന്താണെന്നെങ്കിലും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആളുകൾ വന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കണത് നല്ല നിറഞ്ഞ മനസ്സോട് കൂടി തന്നെയാണ് കേട്ടോ. അതിപ്പോൾ നമ്മൾ കഴിക്കണ ആ ഫുഡ് കുറച്ചധികം ഇടണം, അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ എന്നും ഇറച്ചിയും ചിക്കനും മന്തിയായിട്ടും ബിരിയാണി ആയിട്ടും നല്ല ഇപ്പോൾ തിന്നണത് സാധാ ഫുഡല്ലേ. അപ്പോൾ അവിടെ കിടക്കുന്ന ആളുകൾക്ക് ഇതൊരു ആശ്വാസം തന്നെ ആയിരിക്കും. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഞങ്ങളുടെ വീട്. ഇത് 2 വീടാണെന്നേ ഉള്ളൂ, പക്ഷേ ഒരു വീട്ടിൽ കഴിയണ പോലെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ അവസാനിച്ചു. ഓക്കെ ബൈ. അപ്പോൾ അടുത്ത വിശേഷവുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ ബൈ.